നമസ്കാരം. പ്രമേഹ രോഗികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ചെലവ് കുറഞ്ഞ ഒരു ഗ്ലൂക്കോമീറ്ററിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ അധികം പേരും ഇപ്പോൾ വീട്ടിൽ പ്രമേഹ അളവ് ചെക്ക് ചെയ്യാറുണ്ട്. അതിന് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പുറത്തു പോകാതെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെക്ക് ചെയ്യാം. മറ്റൊന്ന്, അത് പുറത്തു പോയ 30 രൂപ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ലാഭകരമാണ് വീട്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും ഗ്ലൂക്കോമീറ്ററിന്റെ വിലയ്ക്കുപരി ഇതിൽ പിന്നീട് ഉപയോഗിക്കേണ്ടി വരുന്ന സ്ട്രിപ്പുകളുടെ വില പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഈ ഗ്ലൂക്കോമീറ്ററിന് വിലയും കുറവാണ്, സ്ട്രിപ്പുകളുടെ വിലയും വളരെ കുറവാണ്. ഏകദേശം ഒരു 8 രൂപ മാത്രമേ നമുക്ക് വരികയുള്ളൂ. ഇതിന്റെ ഒരു ഇംഗ്ലീഷ് വീഡിയോ മലയാളം അറിയാത്തവർക്കായി ഞാൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള വീഡിയോയും കാണാവുന്നതാണ്. ഇതിപ്പോൾ 3 ഗ്ലൂക്കോമീറ്റർ ആണ് നിങ്ങൾ ഇത് കാണുന്നത്. ഇതിൽ ആദ്യത്തേത് വൺ ടച്ച് അൾട്ര എന്നുള്ളത് ഞാൻ 5 വർഷം മുമ്പ് എനിക്ക് പ്രമേഹമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ്. എന്നാൽ ഇത് 2 വർഷമായപ്പോൾ ഇത് പൂർണ്ണമായും വർക്ക് ചെയ്യാതെയായി. പിന്നീട് കാണുന്നത് അക്യൂചെക്കിന്റെ പെർഫോമ എന്നുള്ളതാണ്. ഇത് 2 വർഷം മുമ്പാണ് ഞാൻ വാങ്ങിച്ചത്. 2 വർഷത്തെ കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ഡിസ്പ്ലേ ഇല്ലാതെയായി. പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതെയായി. അങ്ങനെയാണ് ഞാൻ മാർക്കറ്റിൽ കുറച്ച് ഈട് നിൽക്കുന്നതും നല്ല ക്വാളിറ്റി ഉള്ളതുമായ ഒരു ഗ്ലൂക്കോമീറ്റർ അന്വേഷിച്ച് നടന്നത്. ഇതിൽ കാണാം, ഇതിൽ യാതൊരു ഡിസ്പ്ലേയും ഇല്ല. ഇത് കേടായ ഒരു ഗ്ലൂക്കോമീറ്റർ ആണ്. ഇങ്ങനെ മാർക്കറ്റിൽ നിന്നും എനിക്ക് ഞാൻ കണ്ടെത്തിയ 5 വർഷം ഗ്യാരണ്ടി ഉള്ള ഒരു ഗ്ലൂക്കോമീറ്റർ ആണ് ഇത്. ഇതിന്റെ പേരാണ് ഓൺ കോൾ പ്ലസ്. ഇത് ഞാൻ വാങ്ങിയത് തിരുവനന്തപുരത്തുള്ള സർക്കാരിന്റെ കാരുണ്യ മെഡിക്കൽ സെന്ററിൽ നിന്നാണ്. അവിടെ കാരണം ഇത് മലയാളികൾക്ക് കൂടുതൽ സൗകര്യം. കാരണം ഇതിൽ എല്ലാവിധ സർവീസ്, കേരളത്തിൽ വിവിധ ജില്ലകളിലെ സർവീസ് സ്റ്റേഷൻ നമ്പറുകൾ അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വിലയെപ്പറ്റി ഒരു ഡൗട്ട് വരാം. ഇതിന്റെ വില ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. 2200 രൂപയാണ് ഇതിൽ കാണിച്ചിട്ടുള്ള വില. പൊതുവെ ഗ്ലൂക്കോമീറ്ററുകളുടെ ഒരു വില ഈ റേഞ്ചിലാണ്. എന്നാൽ കാരുണ്യയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ ഈടാക്കുന്ന വില വെറും 350 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ബില്ലിൽ കാണാം. ബില്ലിനകത്ത് ഞാൻ അതിന്റെ കൂടെ ഒരു ഇൻസുലിന്റെ കാട്രിഡ്ജ് വാങ്ങിച്ചിരുന്നു. രണ്ടുകൂടെ ചേർത്തിട്ടാണ് 600 വന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ വില 312 പ്ലസ് GST ആണ്. ഏതാണ്ട് 350 രൂപ വരുന്നുള്ളൂ. കാരണം ഇവിടെ 1900 രൂപയുടെ സേവിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കുറവായതിനാൽ ഞാൻ ഓൺലൈനിൽ അതിന്റെ വില നോക്കി. ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ വില 726 രൂപ മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സ്ട്രിപ്പുകളുടെ കാര്യം പറഞ്ഞു. ഈ ഇതിന്റെ സ്ട്രിപ്പുകൾ 50 എണ്ണത്തിന് 446 രൂപയാണ് വരുന്നത്. അതായത് നമുക്ക് ഏകദേശം 9 രൂപയാണ് ഒരു ടെസ്റ്റിന് വേണ്ടി വരുന്നത്. അത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഫ്ലിപ്കാർട്ടിൽ തന്നെയുള്ള എന്നെ പഴയ ഗ്ലൂക്കോമീറ്ററുകളുടെ സ്ട്രിപ്പിന്റെ വില ഞാൻ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. ഇത് അക്യൂചെക്കിന്റെ 50 എണ്ണം സെയിം അളവാണ്. ഇതിന്റെ വില 865 രൂപയാണ്. അതേസമയം വൺ ടച്ച് അൾട്ര അതിന്റെ വില 1395 രൂപയാണ്. അതായത് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ 30 രൂപയോളം വരും. സോ ഈ വിലയോട് ഞാനിവിടെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത് ഈ വൺ കോൾ പ്ലസിന്റെ സ്ട്രിപ്പുകൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ പുതിയ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ അൺബോക്സിംഗ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ പുതിയ മെഷീൻ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് എത്തുന്ന ഒരു ബാറ്ററിയാണ്. ബാറ്ററിക്ക് പിന്നാലെ ഇത് നമ്മൾ പേന, അതായത് നമ്മുടെ കയ്യിൽ നിന്നും ബ്ലഡ് എടുക്കാൻ വേണ്ടി പഞ്ചർ ചെയ്യുന്നതിനുള്ള പേനയാണ്. പിന്നെ ഇത് എഴുതുന്നൊരു പേനയാണ്. ഒരുപക്ഷെ നമ്മുടെ വാല്യൂകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള ഒരു പേനയാണ്. ഇതൊരു പൗച്ചാണ്. ഈ പൗച്ചിനുള്ളിലാണ് നമ്മുടെ മെഷീനും അതിന് വേണ്ട നീഡില് എല്ലാം ഉള്ളത്. ഇത് വാറണ്ടി കാർഡാണ്. ഇത് കൂടാതെ ഇതോടൊപ്പം തന്നെ 2-3 ബുക്കുകൾ ചെറുതായിട്ടുള്ളത് വരുന്നതാണ്. ഇതിന്റെ ഒരു റെഡി യൂസർ മാനുവൽ പോലെയാണ്. ഇനി ഒന്ന് ഇതിന്റെ പേനയുടെ ഫിക്സിങ്ങിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു വെളുത്ത പേപ്പറാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിന്റെ യൂസർ മാനുവൽ.
ഇത് നമ്മൾ വായിച്ചു പഠിച്ചാൽ ഇതിനകത്തുള്ള കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ പറ്റി നല്ലപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന്റെ അവസാനം ഒരു ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ 2 പേജുകളുമുണ്ട്. നമ്മൾ ഇത് തുറന്നു. ഈ പൗച്ചിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇത് ആദ്യമേ കാണുന്നത് ഇതിന്റെ സൂചിയാണ്. ഇതാണ് മെഷീൻ. ഇത് ഉപയോഗിച്ചിട്ടില്ല, പുതിയ മെഷീനാണ്. ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ആദ്യം വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 10 സ്ട്രിപ്പുകളാണ്. ഈ സ്ട്രിപ്പുകളുടെ ഒരു കോഡ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സ്ട്രിപ്പുകളുടെ ആ ചിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ദ്രാവകമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇത് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്രാവകവും ഇതോടൊപ്പം ഉണ്ട്. പിന്നെ ഒരു പേപ്പറും. ഇനി നമ്മൾ ഇത് എങ്ങനെ അസംബിൾ ചെയ്യാം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നത് നോക്കാം. ആദ്യമായി ഞാൻ എടുക്കുന്ന ബാറ്ററിയാണ്. ഈ ബാറ്ററി നമുക്ക് ഫിക്സ് ചെയ്യാതെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. ഈ ബാറ്ററി നമ്മൾ എടുത്തതിന് ശേഷം ഈ മെഷീന്റെ ബാക്ക് സൈഡിൽ 2 കമ്പാർട്ട്മെന്റ്, ലെഫ്റ്റിലേക്ക് വലിക്കാവുന്ന റൈറ്റിലേക്ക് വലിക്കാവുന്ന 2 കമ്പാർട്ട്മെന്റുണ്ട്. അതിൽ ആ വലിയ കമ്പാർട്ട്മെന്റിൽ ഞാൻ കാണിക്കുന്നത് പോലെ വലത്തേക്ക് വലിക്കുക. എന്നിട്ട് ബാറ്ററിയുടെ എഴുതിയ വശം, അതായത് ഒരു സൈഡ് പ്ലെയിൻ ആയിരിക്കും, ഒരു സൈഡ് എഴുതിയിട്ടുണ്ടാകും. എഴുതിയ വശം നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് അടച്ചു കഴിയുമ്പോൾ ഈ എം എന്നുള്ളതാണ് നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്യാനുള്ള സ്വിച്ച്. എസ് എന്നുള്ളത് നമുക്കിങ്ങനെ അക്കങ്ങൾ മാറ്റാനും ഒക്കെ ഉള്ളതായിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ കൂടുതൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പഴയ വാല്യൂസ് ഒക്കെ കിട്ടണമെങ്കിൽ എമ്മും എസും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ വാല്യൂസ് കിട്ടും. ഇത് തുറക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു 12 അവർ വേണോ 24 അവർ വേണോ എന്നുള്ളൊരു ഫോം ഇതാണ് വരുന്നത്. നമ്മുടെ പഴയ മൊബൈലുകളിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ഇതിനകത്ത് ഡേറ്റും ടൈമും എല്ലാം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ എമ്മിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ഡേറ്റ് ഇപ്പോൾ 1, 2, 3 ഇങ്ങനെ മാറ്റാൻ പറ്റും. എസ് ആകുമ്പോൾ അത് കൺഫേം ആവും, അടുത്ത ഐറ്റത്തിലേക്ക് പോകും. ഞാൻ ഈ പറയുന്ന പ്രക്രിയ ചെയ്ത് ഇതിന്റെ ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിയുമ്പോൾ അത് ഓൺ ആയി. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് ഈ പെന്നാണ്. ഇതാണ് നമ്മൾ നമ്മുടെ വിരലിന്റെ അറ്റത്ത് നിന്നും ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള പെന്നാണ്. നമ്മൾ പ്രിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെന്നാണ്. ഈ പെന്നിന്റെ ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5 എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ നീഡിലിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നല്ല ഡീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 വരെ സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ 2 എന്ന് മതിയാവും. ഇതിന്റെ പുറകുവശത്ത് കാണുന്ന വലിക്കാവുന്ന, അതിൽ പിടിച്ച് വലിക്കുമ്പോൾ ടക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. അതിന്റെ അർത്ഥം അത് ലോക്കായി എന്നുള്ളതാണ്. അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെളുത്ത സ്വിച്ചിലേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ അത് റിലീസ് ആവും. ഇനി നമ്മൾ തുറക്കുകയാണ്. തുറന്ന ശേഷം ഇതിനോടൊപ്പം 10 ലാൻസെറ്റുകൾ ഫ്രീ ആയിട്ട്, അതായത് സൂചികൾ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അതിലൊരെണ്ണം എടുക്കുക. അതിന്റെ ടോപ്പിൽ തൊപ്പി പോലെയുള്ള ഒരു പോർഷൻ ഉണ്ട്. അത് നമ്മൾ തിരിക്കുമ്പോൾ അത് പടർന്നു വരും. അടർത്തിയെടുത്ത ശേഷം നമ്മൾ ഈ നീഡിൽ ഈ പെന്നിനുള്ളിലേക്ക് അമർത്തി വയ്ക്കുക. അതിനുശേഷം അതിന്റെ ആ ക്യാപ്പ് എഴുതി 1, 2, 3, 4, 5 എന്നുള്ള ക്യാപ്പ് വെച്ച് തിരിച്ച് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞ് പുറകോട്ട് വലിക്കുമ്പോൾ അത് ലോക്കായിട്ടിരിക്കും. ഈ വെളുത്ത സ്വിച്ച് പോലെ കാണുന്നിടത്ത് പ്രസ് ചെയ്യുമ്പോൾ അത് റിലീസ് ആവും. ഇതാണ് ബ്ലഡ് എടുക്കാനുള്ള പേന. ഇപ്പോൾ നമ്മൾ ഇനിയും മെയിനായിട്ട് സെറ്റ് ചെയ്യാനുള്ളത് ഇതിന്റെ കോഡാണ്. ഓരോ തവണ വാങ്ങുമ്പോഴും ആ കുപ്പിയോടൊപ്പം ഒരു കോഡ് കൂടി നമുക്ക് അതിനുള്ളിൽ കാണും. ഇതിൽ പുറത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ വാല്യൂസ് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 007 എന്നുള്ളതാണ് ഇതിലെ കോഡ്. ഈ തന്ന ചിപ്പും 007 എന്നുള്ളതാണ് ഇതിൽ കാണാം. ഈ ചിപ്പാകട്ടെ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ മെഷീനിൽ നേരത്തെ ബാറ്ററി ഇട്ടതിന്റെ വലതുവശത്തെ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇടതുവശത്ത് അതേപോലെ ഒരു സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഈ 007 എന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ 008 ആവും, അല്ലെങ്കിൽ 10 ആവും. ആ നമ്പറിൽ കിട്ടുന്ന ആ ചിപ്പ് അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. നമ്മൾ ഏത് കോഡിലുള്ള സ്ട്രിപ്പാണ് ഉപയോഗിക്കുന്നത് ആ സ്ട്രിപ്പിന് ചേർന്നിട്ടുള്ള ചിപ്പ് വേണം ഇൻസെർട്ട് ചെയ്യാൻ. ഇപ്പം ഞാൻ 007 എന്നുള്ളത് അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നുമില്ല. അത് കറക്റ്റായിട്ട് ഫിറ്റാവും. ഫിറ്റായി 007 എന്ന് നമുക്ക് വായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്നുള്ളതാണ് അർത്ഥം. ഇനി നമ്മൾ അത് ഓൺ ചെയ്ത് നോക്കുക.
ഇപ്പോൾ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ 12 hours എന്നുള്ള ആ ഫോർമാറ്റാണ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 12 hours ആണ് 12 hours എന്ന് വരുന്നത്. ഇനി നമ്മൾ ഈ കുപ്പി തുറന്ന ശേഷം അതിനുള്ളിൽ നിന്നും ഒരു സ്ട്രിപ്പ് എടുക്കുക. ഈ സ്ട്രിപ്പ് എടുക്കുമ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ ഒരു വെളുത്ത പോർഷനാണ്. ഈ പോർഷൻ കൊണ്ടല്ല ഇൻസേർട്ട് ചെയ്യേണ്ടത്, ആ വെളുത്ത സൈഡാണ് ഇൻസേർട്ട് ചെയ്യുക. അവിടെ 3 വരകൾ ഉണ്ടാവും. സിം കാർഡിലൊക്കെ ഉള്ള പോലെ 3 വരകൾ ഉണ്ടാവും. ആ പോർഷൻ മുകളിൽ വരുന്ന പോലെ വേണം ഇൻസേർട്ടിനെ. കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിലൊരു വാല്യൂ വരും. ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിട്ട ആ ചിപ്പിന്റെ കോഡ് തന്നെ ആയിരിക്കും. 0 നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്ട്രിപ്പിന്റെ കോഡാണ് 007. അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങളുടെ മെഷീൻ റെഡിയായി കഴിഞ്ഞു. ഇനിയും ചെയ്യാനുള്ളത് നമ്മൾ ബ്ലഡ് സാമ്പിളിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാമായിരിക്കും. കാര്യമായിട്ടൊന്നും ചെയ്യില്ല. പുറകോട്ട് വലിച്ച് ടക്ക് എന്നുള്ള സൗണ്ട് ലോക്കാക്കി വെക്കുക. എന്നിട്ട് ഫിംഗറിന്റെ അറ്റത്തേക്ക് അമർത്തി പിടിച്ചിട്ട് ഈ റിലീസ് ചെയ്യാൻ ബട്ടൺ ഞെക്കുക. അപ്പോൾ തന്നെ നമ്മൾ എന്നിട്ട് ഒരു ആവശ്യത്തിനുള്ള ഒരു ചെറിയ തുള്ളി രക്തം മാത്രം എടുക്കുക. അത് എന്നിട്ട് ഈ സ്ട്രിപ്പിന്റെ അറ്റത്തായി മുട്ടിക്കുക. അപ്പോൾ അത് തന്നെത്താൻ ഉള്ളിലേക്ക് പടർന്നു പോകുന്നത് കാണാം. പിന്നെ അപ്പോൾ തന്നെ ഈ മെഷീൻ റീഡ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ കൗണ്ട് ഡൗൺ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ വാല്യൂ അവിടെ കാണിക്കും, നിങ്ങളുടെ ബ്ലഡ് ഷുഗറിന്റെ വാല്യൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ തന്നെ അത് ഓഫ് ആവും. മെഷീൻ ഓഫായി. ഇനി നിങ്ങൾക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ കണ്ടത്, നമ്മളിപ്പോൾ 100 സ്ട്രിപ്പുകൾ ഒന്നിച്ച് വാങ്ങിച്ചാൽ ഫ്ലിപ്കാർട്ടിലുണ്ട്. അതിന്റെ വില 730 രൂപയാണ്. അപ്പോൾ ഒരു സ്ട്രിപ്പിന് ഏകദേശം 7 രൂപ 30 പൈസ ആവുന്നുള്ളൂ. അപ്രോക്സിമേറ്റ്ലി 8 രൂപ. അതായത് 8 രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും.